നിങ്ങളൊരു പുതിയ വീട് കെട്ടുകയാണോ? അപ്പോൾ നമ്മൾ വാർക്കുന്നത് തൊട്ടാണ് ഈ LED ലൈറ്റിനുള്ള പോയിന്റുകളൊക്കെ ഇടുന്നത്. അപ്പോൾ നമ്മൾ ഒരു വീട്ടിൻ്റെ സൺസൈഡ് വാർപ്പിനാണ് ഈ ലൈറ്റിൻ്റെ പോയിൻ്റൊക്കെ ഇടുന്നത്. പൊക്കം കമ്മിയായ ജംഗ്ഷൻ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഇടുന്നത്. അതുപോലെ നമ്മൾ ഈ വീമിലൊക്കെ ഒരു ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. അത് എവിടെയും കൊടുക്കാത്തൊരു മോഡലാണ്. അപ്പോൾ നമ്മൾ ഈ വീമിൻ്റെ ഉള്ളിൽ കൂടെ പൈപ്പ് ഇടാൻ പറ്റില്ല. അപ്പോൾ നമ്മളൊരു വീമിൽ ജംഗ്ഷൻ മാത്രം വെച്ചിട്ട് പിന്നീട് സ്ലീവ് കട്ട് ചെയ്തിട്ടാണ് ഇതിടുക. ഇത് 1 വാട്ടിൻ്റെ ലൈറ്റാണ്. ഈ 1 വാട്ടിൻ്റെ ലൈറ്റ് ഫിറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ അതിൽ 1 ഇഞ്ച് പൈപ്പാണ് കയറ്റി വെച്ചിരിക്കുന്നത്. അതുപോലെ ഈ വീട്ടിൻ്റെ വയറിങ്ങിൻ്റെ പ്രത്യേകത എന്താണ് പറഞ്ഞാൽ ഇത് നീട്ടത്തിലുള്ള ഒരു വീടാണ്. അപ്പോൾ നമ്മൾ ഏറ്റവും പരമാവധി വയർ ലാഭിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സീലിങ്ങിൽ കൂടെ തന്നെ എല്ലാ പൈപ്പും റൺ ചെയ്തിട്ടുണ്ട്. സർക്യൂട്ടിന് വേണ്ടിയിട്ടെല്ലാം സീലിംഗ് കൂടെ തന്നെ ഇട്ടിട്ടുണ്ട്. അതുപോലെ നമ്മൾ ഈ വീട്ടിൽ ഈ സ്വിച്ച് ബോർഡിൻ്റെ അവിടെ ഡ്രോപ്പിൽ മാത്രം ഓരോ പൈപ്പുകൾ ഇങ്ങനെ ഇറങ്ങുള്ളൂ. അത് നമുക്ക് അത്രയും സേഫ്റ്റിയാണ് അങ്ങനെ വയറിങ് ചെയ്യുകയാണെങ്കിൽ. ചുമര എന്തെങ്കിലും നനഞ്ഞിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് ആ വഴിക്ക് തണുപ്പ് വയറിൽ കയറില്ല, ഉറുമ്പ് കയറില്ല. സീലിംഗ് കൂടെ ആണ് എല്ലാ പൈപ്പും റൺ ചെയ്ത് കണ്ടോളൂ. ഡ്രോപ്പ് മാത്രമേ ഇറങ്ങിയിട്ടുണ്ടാവുള്ളൂ സ്വിച്ച് ബോർഡിൻ്റെ അവിടേക്ക്. അപ്പോൾ നമ്മൾ ഈ സീലിങ്ങിലാണ് സർക്യൂട്ടിനുള്ള എല്ലാ പൈപ്പും ഇട്ടിരിക്കുന്നത്. അതുപോലെ സീലിങ്ങിൽ LED ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഏറ്റവും സേഫ്റ്റിയാണ്. അതുമാത്രമല്ല നമുക്ക് അത്രയും വയർ ലാഭിക്കാം. ഇപ്പോൾ ഒരു 4 കോയിൽ വയർ ഉപയോഗിക്കുന്നുണ്ട്, അവിടെ നമുക്ക് 2 കോയിൽ 2.5 വയറായിട്ട് ഉപയോഗിക്കാം. അത് ഡ്രോപ്പ് എങ്ങനെയാണ് ഇറങ്ങിയിരിക്കുന്നത്. അതുപോലെ നമ്മൾ AC എല്ലാം സീലിംഗ് കൂടെ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ വയറിങ്ങിന് ഏറ്റവും കൂടുതൽ സേഫ്റ്റിയാണ്. നമ്മൾ വാർക്കുമ്പോൾ തന്നെ ഐഡിയപൂർവ്വം നമുക്ക് ഒരു ഇലക്ട്രീഷ്യനെ കണ്ടാൽ അറിയാം നമ്മൾ സീലിങ്ങിലൂടെ വാർപ്പിൽ പൈപ്പ് ഇടുമ്പോൾ ഇത് കൂടെയൊക്കെ പൈപ്പ് പോയിട്ടുണ്ട്, ഡ്രില്ല് അതുപോലെയുള്ള രീതിയിലാണ് നമ്മൾ പൈപ്പ് ഇടുന്നത്. ഇതൊരു ബാത്റൂമാണ്. അപ്പോൾ ബാത്റൂമിൽ ഹീറ്ററിൻ്റെ പോയിൻ്റ് കൊടുത്തിട്ടുണ്ട്. ഇതൊരു ഒറ്റപ്പെട്ട വീടാണ്. അത് കാരണം നമ്മൾ വയർ വലിച്ചിട്ടില്ല, പൈപ്പ് മാത്രമാണ് അവിടെ ജംഗ്ഷൻ വെച്ചിട്ട് ഇട്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ തേപ്പ് വർക്ക് കഴിഞ്ഞിട്ടാണ് നമ്മൾ വയറൊക്കെ വലിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ വീടിൻ്റെ ഈ ഒറ്റപ്പെട്ട വീടായതുകൊണ്ട് ഈ വീട്ടിൽ മാസ്റ്റർ കൺട്രോൾ ചെയ്തിട്ടുണ്ട്, ഇൻവെർട്ടർ ചെയ്തിട്ടുണ്ട്. മാസ്റ്റർ കൺട്രോൾ പറയുമ്പോൾ ഒരു സ്വിച്ച് ഇട്ട് കഴിഞ്ഞാൽ പുറത്തെ ലൈറ്റ് എല്ലാം വർക്ക് ചെയ്യുന്നതാണ്. ഇതാണ് ഡൈനിങ് ഹാള്, അപ്പുറത്തെ അടുക്കളയാണ്. അപ്പോൾ ഡൈനിങ് ഹാളിൽ നമ്മളിത് സ്ലാബ് വാർത്തിട്ടില്ല, നമ്മൾ പോയിൻ്റൊക്കെ ചെയ്തിട്ടുണ്ട്. അതുപോലെയാണ് നമ്മൾ ഡൈനിങ് ഹാളിൽ റൈറ്റ് സൈഡ് ഒരു വാഷ് ബേസിൻ്റെ പോയിൻ്റ് അങ്ങനെ കണ്ടിട്ടുണ്ട്. ഡൈനിങ് ഹാളിൽ തന്നെ ലെഫ്റ്റ് സൈഡ് വാഷിംഗ് മെഷീൻ്റെ പോയിൻ്റ്. ഇത് നീട്ടത്തിലുള്ളൊരു വീടാണ്. അപ്പോൾ നമുക്ക് വയറിങ് നമ്മൾ പറഞ്ഞ പോലെ ചെയ്യുകയാണെങ്കിൽ അത്രയും ലാഭിക്കാം. ഇത് നമ്മൾ വർക്ക് കഴിഞ്ഞതിന് ശേഷം ഒരു 4 പോയിൻ്റ് ഇട്ടതാണ്, നമ്മൾ സ്ലീവ് ഇട്ടിട്ടാണ്. അപ്പോൾ അതിൽ 1 ഇഞ്ച് പൈപ്പ് 1 ഇഞ്ച് നീട്ടത്തിന് കട്ട് ചെയ്തിട്ട് ഹോളാക്കിയിട്ട് അതിൽ കയറ്റി വെച്ചിട്ടുണ്ട്. 1 വാട്ട് ലൈറ്റ് ഫിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ആ 1 വാട്ട് ലൈറ്റ് ഫിറ്റ് ചെയ്ത് മോഡൽ കണ്ടോളൂ. നമുക്കിത് പുട്ടിയിട്ട് അടച്ചു കഴിഞ്ഞാൽ അതൊന്നും കാണില്ല. അതിപ്പോൾ അങ്ങനെയാണ്, ഈ മോഡലാണ്. ഇത് സ്റ്റെയർ കേസ് ഹാളിൻ്റെ അവിടെയാണ് ചെയ്തിരിക്കുന്നത്. ഒരു ജനലും വന്നിട്ടുണ്ട്. അപ്പോൾ അത് ഗ്രില്ല് ജനലാണ്. അപ്പോൾ അതിൽ ഓടിൻ്റെ ഗ്രില്ലാണ്. അപ്പോൾ അതിൽ നമ്മൾ അതും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നന്നായി വൈറ്റ് കളർ പെയിൻ്റ് ആണെങ്കിൽ അത് എടുത്ത് അറിയിക്കും. ഓക്കെ. അപ്പോൾ നമ്മൾ ആദ്യം ഈ വീട്ടിൽ വയറിട്ടിട്ടാണ്, പൈപ്പ് മാത്രം ഇട്ടിട്ടാണ്. അപ്പോൾ വയറൊക്കെ വലിച്ചു കഴിഞ്ഞാൽ അപ്പോൾ ഫിനിഷിംഗ് ലെവലിൽ ഈ വീട് ഫുള്ളായിട്ട് കാണുക.